ഗൗരി ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് ഒരു സെർവൻ്റ് അവളുടെ അടുത്തേക്ക് വരുന്നത്. ഗൗരി മാഡം, മാഡത്തിനെ ദേവിക മാം വിളിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. ഗൗരി അല്പനേരം സൂര്യനെ നോക്കി അങ്ങനെ നിന്നു. അവൾ അല്പം കഴിഞ്ഞ് ദേവികയുടെ റൂമിലേക്ക് നടന്നു. അമ്മ. അവൾ ആദ്യമായി ദേവികയെ വിളിച്ചു. ആ മോളെ വാ. അകത്തു നിന്നും ദേവിക അവളെ ക്ഷണിച്ചു. അമ്മ വിളിച്ചു എന്ന് പറഞ്ഞു. ആ മോളെ, ദേ ആരായി ഇരിക്കുന്നത് എന്ന് നോക്ക്. ഗൗരി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അമ്മ. അവളൊരു ഞെട്ടലോടെ അമ്മയെ വിളിച്ചു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നു. നന്ദിനി എഴുന്നേറ്റ് വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെയും മകളുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി. അമ്മ, അമ്മ എപ്പോൾ വന്നു? ദേ ഇപ്പോൾ വന്നതേയുള്ളൂ. സുഖാണോ മോളെ നിനക്ക്? അവൾ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് എന്ത് കുറവാ, ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ശരിയാ, സുഖമാണോ എന്ന് ചോദിക്കാനുണ്ടോ അല്ലേ മോളെ? ഇവിടെ എന്ത് കുറവാ നിനക്കുള്ളത്? ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ ഈ താലിയുടെ ആയുസ് കുറവാ അമ്മ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി. അല്ല മോളെ, ദേവൻ എവിടെ? നന്ദിനി തിരക്കി. ഞാനിവിടെയുണ്ട്. റൂമിന് പുറത്തു നിന്നും അകത്തേക്ക് കയറിക്കൊണ്ട് ദേവൻ പറഞ്ഞു. ദേവൻ നന്ദിനിയുടെ കാൽ തൊട്ട് ആശീർവാദം വാങ്ങി. അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഗൗരിയുടെ കൈകൾ അവൻ പിടിച്ചു. നന്ദിനിയും ദേവികയും അത് ശ്രദ്ധിച്ചു. അത് തന്നെയായിരുന്നു അവനും വേണ്ടത്. അമ്മ എപ്പോൾ വന്നു? ഇവളൊന്നും പറഞ്ഞില്ലല്ലോ. ദേ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ മോനെ. ആണോ? ഞാൻ വൈകുന്നേരം ഇവളെയും കൂട്ടി എങ്ങോട്ടേലും പോകാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. ആണോ? നന്ദിനി തൻ്റെ മരുമകൻ്റെ സ്നേഹം കണ്ട് തൃപ്തിയായി. ഗൗരി, നീ ഇരിക്കെ. ദേവനടുത്തുള്ള കസേര അവൾക്ക് നേരെ നീട്ടിയിട്ട് അവളെ അതിലിരുത്തി. ഇവൾക്ക് എന്താണെന്നറിയില്ല, ഇപ്പോഴും ഒരു അകൽച്ച പോലെയാണ്. അത് ശരിയാവും മോനെ. അവൾ നല്ല പേടിയിലായിരുന്നു. ദേവൻ സാർ എന്ന് പറയുമ്പോഴേ പേടിയാണ് അവൾക്ക്. ആണോ? ചിരിയും സംസാരവും കൊണ്ട് ദേവൻ നന്ദിനിയുടെയും ദേവികയുടെയും മനസ്സ് പിടിച്ചെടുത്തു. എന്നാൽ ഇതെല്ലാം അഭിനയമാണെന്ന് ഗൗരിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അല്പം നേരം കഴിഞ്ഞപ്പോൾ നന്ദിനി അവിടെ നിന്നും ഇറങ്ങി. ഗൗരിയും ദേവനും റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും ദേവൻ്റെ സ്വഭാവം വീണ്ടും മാറി. നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത്? ദേവനോട് ഗൗരി തിരക്കി. അവളെ നോക്കിക്കൊണ്ട് അവൻ പുച്ഛത്തോടെ ചിരിച്ചു. ഇതേ സമയം ദേവിക വലിയ സന്തോഷത്തിലായിരുന്നു. തൻ്റെ മകനെ ഇത്രയും മാറ്റം അവൾ പ്രതീക്ഷിച്ചത് കൂടെയില്ല. ദിവസങ്ങൾ 2 കഴിഞ്ഞു. മോനെ ദേവാ. ആഹാരം കഴിക്കാൻ ഇരുന്ന ദേവനെ ദേവിക മുകളിൽ നിന്നും വിളിച്ചു. ആ, എന്താ അമ്മേ? റൂമിലേക്കൊന്ന് വാ, ദേവിക അവനോട് പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ ആഹ്ലാദം നിറഞ്ഞു. മിക്കവാറും ആ പ്രോപ്പർട്ടി എഴുതി തരാനാകും. ദേവൻ ഗൗരിയെ പുച്ഛത്തോടെ നോക്കി. നിനക്ക് പോകേണ്ട സമയമെടുത്തു തുടങ്ങി. ഗൗരി ദേവനെ തന്നെ നോക്കി. ദേവൻ കഴിച്ച് പകുതിയാക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ദേവികയുടെ റൂമിലേക്ക് ചെന്നു. എന്താ അമ്മേ? മോനെ, ഞാൻ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റ് ഓൺലൈനായി എടുത്തിട്ടുണ്ട്. ദേവൻ സംശയത്തോടെ ദേവികയെ നോക്കി. ട്രിപ്പോ? ആ അതെ. അപ്പോൾ ഓഫീസ് കാര്യങ്ങൾ? അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ നോക്കിക്കോളാം. അത് വേണ്ടമ്മേ, ട്രിപ്പൊക്കെ പിന്നെയാവാം. പറ്റില്ല, ആ കുട്ടി എന്ത് വിചാരിക്കും? അവൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, ഇപ്പോൾ വേണ്ട. ദേവാ, നീ അവളെ വിളിച്ചു വാ, അല്ലെങ്കിൽ വേണ്ട. യാമിനി. ദേവിക പുറത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. യാമിനി, എത്രയും പെട്ടെന്ന് ഗൗരിയെ കൂട്ടിയിട്ട് വാ. ഗൗരി ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. മേഡം, മേഡത്തെ ദേവകിയമ്മ വിളിക്കുന്നുണ്ട്. ഗൗരി ഒരു ഞെട്ടലോടെ യാമിനിയെ നോക്കി. എന്തിനാ? അറിയില്ല, ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഗൗരി കൈ കഴുകി മുകളിലേക്ക് നടന്നു. അമ്മ. അവൾ ദേവകിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ആ മോളെ വാ, ഇരിക്കേ. അമ്മ എന്തിനാ വരാൻ പറഞ്ഞത്? അവൾ ദേവനെയും ദേവികയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ മോളെ, ദാ ഇത് 2 ടിക്കറ്റാണ് ട്രിപ്പ് പോകാനുള്ളത്. മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ദേവനെ നോക്കി. ദേവൻ കണ്ണുകൊണ്ട് വേണ്ട എന്ന ഭാവമിട്ടു. ഡാ. ദേവിക അവനെ വിലക്കി. നീ വേണമെങ്കിൽ വാങ്ങിക്കോ, ദേവൻ അവളോട് പറഞ്ഞു. അമ്മ, ഇപ്പോൾ തന്നെ ഒരു ട്രിപ്പ്. എന്തേ, പറ്റില്ലേ? ദേവികയുടെ സംസാരത്തിൽ മാറ്റം തുടങ്ങി. പോകാം അമ്മേ. ദേവികയെ പിണക്കാൻ അവൾക്കായില്ല. എന്നാൽ മറ്റന്നാൾ തന്നെ പോകാൻ ഒരുങ്ങിക്കോ. ശരി അമ്മേ. ദേവിക ടിക്കറ്റ് ഗൗരിക്ക് നേരെ നീട്ടി. അല്ലെങ്കിൽ വേണ്ട, അമ്മ വെച്ചോളാം. പോകുവാൻ നേരം തരാം. എൻ്റെ മകനെ എനിക്ക് അത്ര വിശ്വാസമില്ല. ദേവൻ ഗൗരിയുടെ മുന്നിലൊന്ന് നാണം കെട്ടതുപോലെയായി. അവർ 2 പേരും റൂമിലേക്ക് നടന്നു.
പതിവ് പോലെ ദേവൻ അവളെ ചേർത്ത് പിടിച്ച് റൂമിലെത്തിയതും അവളെ വലിച്ചെറിയുന്നത് പോലെ തള്ളി മാറ്റി. അവൾ നിറകണ്ണുകളോടെ ദേവനെ തന്നെ നോക്കി. നിങ്ങളെപ്പോലെ ഒരു നീചനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുന്ന്, അവൾ ഉച്ചത്തിൽ ദേവനോട് പറഞ്ഞു. ദേവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അതെ, ഞാൻ നീചനാണ്. നിന്നെപ്പോലുള്ള പെൺവർഗം എന്നെ അങ്ങനെ ആക്കി തീർത്തു. ഏതോ പെണ്ണ് തന്നെ പറ്റിച്ചെന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ല മിസ്റ്റർ. അവളും വിട്ടുകൊടുക്കാതെ അവന് നേരെ ചാടിക്കയറി. ഷട്ടപ്പ് കോളനി പെണ്ണെ, ഇനി ശബ്ദമുയർത്തിയാൽ അമ്മയുടെ ഓപ്പറേഷൻ നീ അങ്ങ് മറന്നേക്ക്. അവൾ കരഞ്ഞുകൊണ്ട് സോഫയിൽ പോയി കിടന്നു. ഗണേശ, ഒരു പെണ്ണിൻ്റെ സ്വപ്നമാണ് വിവാഹം. എന്നാൽ എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ഈ വിവാഹം ചെയ്തത്. ഇങ്ങനെയൊരു മനുഷ്യനെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞ് അവൾ കിടന്നു. ഗൗരി, നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്നെ ഈ വൃത്തികെട്ട മനുഷ്യൻ സഹായിച്ചില്ലേലും ദേവകിയമ്മ സഹായിക്കാതിരിക്കില്ല. അവൾ സോഫയ്ക്കടിയിൽ നിന്നും അവളുടെ വസ്ത്രങ്ങൾ എടുത്ത് പെട്ടിയിലാക്കി. ചെവിയിൽ തിരുകിയ ഹെഡ്സെറ്റ് ഊരി മാറ്റി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ദേവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ സാധനങ്ങളെല്ലാം എടുത്ത് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. ദേവൻ വാതിലിന് മുന്നിൽ ഒരു തടസ്സമായി വന്ന് നിന്നു. അടിമുടി അവളെ ദേഷ്യത്തോടെ നോക്കി. എങ്ങോട്ടാ? ദേഷ്യത്തിൽ അവൻ ഗൗരിയോട് തിരക്കി. ഞാൻ പോകുകയാണ്. എങ്ങോട്ടാണെന്നാ ചോദിച്ചത്? എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. ആ ആ ദേവൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ ആ തള്ളയെ കൊല്ലാനാണ് നിന്റെ ഉദ്ദേശം? അവൾ നിറകണ്ണുകളോടെ ദേവനെ തന്നെ നോക്കി. തുറച്ചു നോക്കിയാൽ നിന്റെ ഉണ്ട കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. പെട്ടിയും സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് തന്നെ കൊണ്ടുവയ്ക്ക്. ഇല്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. ദേവൻ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. എനിക്ക് പോണം, മാറി നിൽക്ക്. അവള് ദേവനോട് പറഞ്ഞ് മുന്നോട്ട് നടന്നതും അവളുടെ കൈകളിൽ ബലമായി പിടിച്ചുകൊണ്ട് ദേവൻ പിന്നിലേക്ക് വലിച്ച് കരണത്തിന് ആഞ്ഞൊരടി കൊടുത്തിരുന്നു. അവൾ ഇടത് കൈ കൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ ചുവന്നു. അടിയുടെ വേദനയിൽ അവളുടെ ചെവികൾ മൂളാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. അവൾ തറയിലേക്ക് വീണു. ദേവൻ അവളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോലും നിന്നില്ല. അത്രയും ശക്തിയായിരുന്നു ദേവൻ അവളെ അടിച്ചത്. ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ അവൾ അബോധാവസ്ഥയിൽ നിലത്ത് കിടന്നു. പിന്നീട് ബോധം വന്നപ്പോൾ തനിക്ക് നേരെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്ത ദേവനെയാണ് അവൾ കണ്ടത്. പതിയെ അവൾ കണ്ണുകൾ തുറന്നു. ദേവൻ അടുത്തുള്ള കസേര അവൾക്ക് നേരെ വലിച്ചു നീക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. ഇനി ഈ ദേവൻ പറയും, ഗൗരി കേൾക്കും, മനസ്സിലായോ? എൻ്റെ അനുവാദമില്ലാതെ ഒരു അടി നീ ഇവിടെ നിന്നും വെച്ചാൽ പിന്നെ നിന്റെ ജീവൻ ഉണ്ടാകില്ല. അവൾ കരഞ്ഞുകൊണ്ട് ദേവനെ നോക്കി. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ശബ്ദിച്ചു പോകരുത്. അവൾ കൈകൾ കൊണ്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു ഭാഗത്തിരുന്നു. അപ്പോഴേക്കും ആഹാരം കഴിക്കുവാൻ വേണ്ടി ദേവിക അവരെ വിളിക്കുവാൻ സെർവൻറ്റിനെ പറഞ്ഞയച്ചിരുന്നു. ചെല്ല്, പോയി മുഖം കഴുകി വാ, ആഹാരം കഴിക്കാം. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അടിച്ച ഭാഗം നല്ലതുപോലെ വീർത്തിട്ടുണ്ട്. കരുത്തനായ ഒരു മനുഷ്യൻ്റെ കൈകൾ പതിഞ്ഞതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. 5 വിരൽപ്പാടുകൾ നല്ലതുപോലെ മുഖത്തുണ്ട്. നീ വരണ്ട, നിനക്കുള്ളത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. അവൾ ഒന്നും മിണ്ടാതെ ആ മൂലയിൽ തന്നെ ഇരുന്നു. ഞാൻ പറയാതെ ഈ റൂമിന് വെളിയിൽ വന്നു പോകരുത്. അവൾ കരഞ്ഞുകൊണ്ട് തലയാട്ടി. ദേവൻ ആഹാരം കഴിക്കുവാൻ വേണ്ടി ഹാളിലേക്ക് ചെന്നു. മോനെ, ഗൗരി എവിടെ? അവൾ കിടക്കുക അമ്മേ, നല്ല തലവേദനയാത്രേ. ആണോ? ദേവിക എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങി. അമ്മ എവിടെ ഇരിക്കെ? അവൾ പ്രത്യേകം പറഞ്ഞു അമ്മയോട് പറയണ്ട എന്ന്. അവൾക്ക് തീരെ സുഖമില്ല, അല്പം നേരം കിടന്നോട്ടെ. അല്ല മോനെ, അവൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ സാരമില്ല, അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ദേവൻ അമ്മയെ തടഞ്ഞു. കഴിച്ച് പകുതിയാക്കി ദേവൻ അവൾക്കുള്ള ഭക്ഷണവും എടുത്ത് റൂമിലേക്ക് ചെന്നു. റൂമിലെത്തിയതും ദേവൻ വാതിൽ കൊട്ടിയടച്ചു. ദേവിക ആ ശബ്ദം ശ്രദ്ധിച്ചു. അറിയാതെയാവുമെന്ന് കരുതി അവൾ കാര്യമാക്കിയില്ല. ദേവൻ കയ്യിലുള്ള ഭക്ഷണം ടേബിളിൽ വെച്ചു. വേണമെങ്കിൽ എടുത്ത് കഴിക്കേ. ദേവൻ ബെഡിൽ പോയി കിടന്നു. അവൾക്ക് വായ തുറക്കാൻ പറ്റാത്ത വിധം വേദനയുണ്ടായിരുന്നു. എങ്കിലും അവളത് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക്. അവളെല്ലാം കഴിഞ്ഞ് സോഫയിൽ പോയി കിടന്നു. കരഞ്ഞു. എന്താ ഗണേശ ഇനിയൊരു വഴി? പിറ്റേന്ന് നേരം ഒരുപാട് വൈകിയാണ് അവൾ എഴുന്നേറ്റത്. രാവിലെ ആയപ്പോഴേക്കും മുഖത്തെ പാടുകൾ മാറിയെങ്കിലും ചെറിയ നീർക്കെട്ടുണ്ടായിരുന്നു. ദേവൻ അവൾ എഴുന്നേൽക്കും മുന്നേ ഓഫീസിലേക്ക് പോയിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ട് ആ ബാൽക്കണി ലക്ഷ്യമാക്കി അവൾ നടന്നു. ദേവികയും ദേവനും എല്ലാം ഓഫീസിലാണ്. മാൻഷനിൽ ഇപ്പോൾ പണിക്കാർ മാത്രമേ ഉള്ളൂ. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടത്. അവൾ ഓടിച്ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. അവളുടെ ഉറ്റ സുഹൃത്തായ റീനയായിരുന്നു അത്. ഗൗരി, എന്തൊക്കെയുണ്ട് വിശേഷം? ഗൗരിയുടെ ശബ്ദമൊന്ന് ഇടറി.
ഡി എന്താ എന്ത് പറ്റി? അമ്മയ്ക്ക് എന്തേലും? റീന, ഞാനിപ്പോൾ മാൻഷനിലാണുള്ളത്. അവിടെ ജോലി കിട്ടിയോ? കിട്ടി. 6 മാസത്തേക്ക്. ആണോ? നന്നായി. അവിടെ 2 മാസം നിന്നാൽ തന്നെ അമ്മയുടെ ഓപ്പറേഷനുള്ള പൈസ നിനക്ക് കിട്ടും. പിന്നീട് റീന ഗൗരിയുടെ കരച്ചിലായിരുന്നു ഫോണിലൂടെ കേട്ടത്. എന്താടി എന്ത് പറ്റി? റീന, ഞാനിപ്പോൾ ദേവൻ്റെ ഭാര്യയാണ്. എന്തോന്ന്? ഒരു ഞെട്ടലോടെ റീന തിരക്കി. അതെ. ഒന്ന് തെളിച്ച് പറ ഗൗരി. ഗൗരി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. റീന, എന്നെ രക്ഷിക്കടി. എന്നെ ഇയാൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. അയ്യോ, നീ കരയല്ലേ. എടി, ദേവൻ വലിയ വാശിക്കാരനാണ്. പോരാത്തതിന് ദേവൻ എന്തും ചെയ്യാനുള്ള മനസ്സുമുണ്ട്. നീ ഇനൊരു കാര്യം മാത്രം ചെയ്യ്. എന്താ റീന? അങ്ങേരുടെ മനസ്സിൽ കയറി പറ്റ്. എന്ത്? ആ കടുവയുടെയോ? അതെ. റീന അവൾക്ക് ഓരോ നുറുങ്ങുവിദ്യകൾ പറഞ്ഞു കൊടുത്തു.